ഹായ് നമസ്കാരം, വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ ഫാമിലി. അപ്പോൾ ഒരുപാട് കാലമായി ഞാൻ ഇതേപോലെ നമ്മൾ ഫേസ് ടു ഫേസ് ഒരു വീഡിയോ എടുത്തിട്ട്, അതായത് ഒരു സ്പെഷ്യൽ മാറ്റർ പറയാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ഡയറക്റ്റ് ആയിട്ടൊന്ന് വന്നൊരു വീഡിയോ എടുത്തത്. അപ്പോൾ എന്താ പറയേണ്ടത്, ഫസ്റ്റ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഫുള്ള് എനിക്ക് ഈ സണ്ണ് ബേൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതല്ല, 2 ദിവസം ഒരു 7, 8, 9 മണി ആ സമയത്ത് ഞാൻ പുറത്തിറങ്ങിയതാണ്. ആദ്യത്തെ ദിവസം ചൊറിഞ്ഞെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. പക്ഷേങ്കിൽ പിന്നാണെ നോക്കുന്നത് ഇതുപോലെ ഫുള്ള് ഇത് ഒക്കെ ആയി. ഇവിടെ എല്ലാം കുറേ ഉണ്ട്. പിന്നെ ഞാനത് അലർജി ഗുളികയൊക്കെ കഴിച്ചു. പിന്നെ ഇത് പൊള്ളിയുള്ള മരുന്നൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ അബദ്ധം ആർക്കും പറ്റരുത്. കാരണം 9 മണിയൊക്കെ കഴിഞ്ഞാലും നമ്മൾ കുടയൊക്കെ പിടിച്ചുകൊണ്ടങ്ങ് ഇറങ്ങിയാലും വേണ്ടുകയില്ല ഈ ഒരു ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ എനിക്കിത് ഞാൻ പറയാൻ വന്നതല്ല, പക്ഷേ എനിക്ക് കൈ എടുക്കാൻ പറ്റുന്നില്ല ഈ ചൊറിച്ചിൽ കാരണം. അപ്പം ഞാൻ ബൈ ചാൻസിൽ അങ്ങ് പറഞ്ഞും പോയതാണ്. അപ്പം നമ്മുടെ പിന്നെ പുറത്തിറങ്ങുന്ന ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇട്ടുകൊണ്ട് വേണം പുറത്തിറങ്ങാൻ. അത് വളരെ അത്യാവശ്യമാണ്. ഈ അൾട്രാ വയലറ്റ് റേസ് അല്ലേ, അത് വളരെ അന്നേരം അങ്ങ് പോയാലും നല്ല ഒരു രീതിയല്ല. എന്താ പറയണ്ടത്, ക്യാൻസറസ് ഒക്കെ ആണല്ലോ, അത് വളരെ നല്ലതല്ല. അപ്പോൾ എനിക്ക് പറ്റിപ്പോയി, ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മളുടെ വീഡിയോ ഇന്നത്തേന്ന് പറഞ്ഞാൽ, ഞാൻ അരളിച്ചെടിയെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കാരണം ഫസ്റ്റ് അത് എൻ്റെ കയ്യിലുണ്ട്, മാത്രമല്ല എനിക്ക് അതിനെക്കുറിച്ചൊരു പറയാനായിട്ട് ഒരു കാര്യവുമുണ്ട്. അതായത് എൻ്റെ ഒരു അനുഭവം പറയാനുണ്ട്. അപ്പോൾ അരളിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, അരളി വിഷച്ചെടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീട്ടുമുറ്റത്ത് വളർത്തരുത്, അത് ഡേഞ്ചറസ് ആണ്, അതെല്ലാം വെട്ടിക്കളയണം, അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല. പക്ഷെങ്കിൽ അരളി എന്ന് പറയുന്ന അതിൻ്റെ പാർട്സ് നമ്മളത് വായിലിടിച്ച് വയ്ക്കുകയായിട്ട് അല്ലെ കാര്യങ്ങൾ, അത് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത വിഷച്ചെടി തന്നെയാണ് അരളി. ആദ്യമായിട്ട് അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ അരളിച്ചെടി ഒന്ന് കണ്ടേച്ച് വരാം. എനിക്ക് എന്താ പറ്റിയതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അരളിച്ചെടി. അരളിച്ചെടി നമ്മൾ വീട്ടിലെല്ലാം വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ്. മാത്രമല്ല ഇതിൻ്റെ പൂക്കൾ വളരെ മനോഹരമാണ്, പൂജയ്ക്കൊക്കെ എടുക്കുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ആയിട്ട് ഇത് ബ്രൈഡൽ നമ്മൾ ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാനും ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ലെയർ അരളിയാണ്, കണ്ടോ, ലെയർ അരളിയാണ്. അപ്പോൾ ഇതല്ലാതെ ഒരു ലെയർ മാത്രമുള്ള അരളിപ്പൂവുണ്ട്, അതിൻ്റെ മൊട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹൈവേയിലൊക്കെ എല്ലാ റോഡ് സൈഡിൽ നിറയെ നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് അരളി. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, ഈ വണ്ടിയിൽ നിന്നൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരുപാട് പുറത്ത് വരുമല്ലോ. അപ്പോൾ അതെല്ലാം വലിച്ചെടുത്തിട്ട് എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുള്ളൊരു ചെടിയും കൂടെയാണ് ഈ അരളി. അപ്പോൾ അതിപ്പോൾ നമ്മൾ അരളി അല്ലെങ്കിൽ നടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടാം. അപ്പോൾ അത് പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചൊരു കെയർഫുള്ളായിട്ടിരിക്കുക. അരളി കിണറിൻ്റെ അടുത്ത് നടരുത്. അതുപോലെ നമ്മുടെ പിന്നെ മീൻ, ഫിഷ് ടാങ്ക് അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ അടുത്ത് നടരുത്. പിന്നെ കൊച്ചുകുട്ടികളൊന്നും എടുത്ത് അതിൻ്റെ കമ്പൊന്നും കടിക്കാൻ ഒന്നും ഇടവരരുത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇഷ്ടംപോലെ അരളിയുണ്ട്, വെട്ടിക്കളയുന്ന കാണാം. റോഡ് സൈഡിൽ തന്നെ അത് കിടക്കുന്നത്. അപ്പോൾ പശുക്കളോ ആടോ ഒക്കെ തിന്നാറില്ല അത്. അരളിൻ്റെ ഇല തിന്നിട്ടത് ചത്തെന്നൊന്നൊരു വിവരം നമ്മൾ ഇതിനെ വരെ കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അരളിയെക്കുറിച്ചുള്ള കുറച്ച് എന്താ പറയണ്ടേ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അരളി ബേസിക്കലി വിഷമുള്ളൊരു ചെടിയാണ്. പക്ഷേ ഞാൻ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് ഒരു ഇല പോലും ഇല്ലാതെ വലിയ പുഴുക്കൾ ഇത് തിന്ന് കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച പുഴു തിന്നത്തില്ലല്ലോ, വിഷമുള്ള ചെടിയല്ലേ. പക്ഷെ അതെല്ലാം ഒറ്റ ഇലയില്ലാതെ ഒരു പ്രത്യേകതരം പുഴുക്കൾ ഇത് മൊത്തവും തിന്ന് തീർത്തായിരുന്നു. അപ്പോൾ അതിനത് കഴിക്കാതിരിക്കും കേട്ടോ, അതാണ്. അപ്പോൾ അരളിയുടെ ഇംഗ്ലീഷ് പേര് ഒലിയാൻഡർ പ്ലാന്റ് എന്നാണ് കേട്ടോ, ഒലിയാൻഡർ പ്ലാന്റ്. ഇത് പൂജയ്ക്ക് ആണ് മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മളിത് പിടിച്ചെന്നോ മണപ്പിച്ചെന്നോ ഒന്നും പറഞ്ഞ് അത് പോയ്സണസ് ഒന്നുമല്ല. അപ്പോൾ ഈ അരളി ഇനിയിപ്പോൾ അത് ഞാൻ നട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു കൊച്ചു കമ്പുണ്ട്. നമ്മൾ മണ്ണിൽ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വേര് പിടിച്ച് സാധാരണയായിട്ട് പെട്ടെന്ന് കിളിച്ച് വരുന്ന ഒരു ചെടിയാണ് അരളി. അരളിയുടെ കമ്പുണ്ടല്ലോ, അരളിയുടെ കമ്പ് ഇങ്ങനെ അതായത് വെട്ടിക്കളഞ്ഞേക്കുന്ന കമ്പായിരുന്നു. ഒരുപാട് കമ്പ് ഈ റോഡ് സൈഡിലെല്ലാവരും അരളി അങ്ങ് കാട് പിടിച്ചങ്ങ് വളരും. അപ്പോൾ ആ വെട്ടിക്കളഞ്ഞേക്കുന്ന കമ്പിൻ്റെ ഇത് നമ്മുടെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ചെത്തിയെടുക്കത്തില്ലേ നടാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചെത്തിയ കൂട്ടത്തിൽ ഇതിനകത്ത് വന്ന് വീണ് കേട്ടോ, എൻ്റെ ഫിഷ് ടാങ്കിൽ വന്ന് വീണ്. അത് ഞാൻ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ള സത്യം. ഒരു ചെടി കമ്പിൻ്റെ കഷ്ണം വീണു. പക്ഷെ പെട്ടെന്ന് എൻ്റെ ഫിഷ് ടാങ്കിലെ മീനുകൾ മൊത്തവും ചത്തു പൊങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി വരും. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താ സംഭവിക്കാൻ പോകും. ഓക്കെ, അരളിയുടെ ഇതാണ് കാര്യമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഞാനതെല്ലാം മാറ്റി, മീനെ മാറ്റി, വെള്ളവും മാറ്റി.
പിന്നെ വളരെയധികം സഡനായിട്ട് ചെയ്തുകൊണ്ട് ബാക്കി 5 മീനേലും കിട്ടി. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അരളി നമ്മളൊരിക്കലും കിണറിൻ്റെ അടുത്തൊന്നും വളർത്തരുത്. കിണറിൻ്റെ അടുത്ത് ഇലയൊക്കെ വീണ് കിടന്നാലും അതൊരു വിഷാംശമായിരിക്കും, തീർച്ചയായിട്ടും ആണ്. പിന്നെ അതുപോലെ തന്നെ ആടും പശു ഒന്നും തിന്നത്തില്ല. എന്നാൽ തന്നെയും വല്ല കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും എടുത്ത് ആ ഒരു ഇപ്പോൾ ഇതുവരെ നമ്മൾ കെയർലെസ് ആയിട്ടായിരുന്നു വളർത്തിയിരുന്നത്. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഏത് ചെടിയും പോലെ അരളി വിഷച്ചെടിയും പോലെ അരളി ഒന്ന് ശ്രദ്ധിച്ച് വളർത്തുന്നവർ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മരണസമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ആ മരണത്തിലേക്ക് എത്തിയിരിക്കും. അതിനെ നമുക്ക് തടയാൻ പറ്റത്തില്ല. അതിനി ഒരു അരളിപ്പൂവോ പിന്നെ വേണ്ട നമ്മളൊന്ന് തെന്നി വീണാലും മതി, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അരളിപ്പൂ കഴിച്ചിട്ടൊരു മരണം കോമൺ ആയിട്ടുണ്ടായ ഒന്നല്ല. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാട്ടോ, അരളി നല്ലതല്ല എന്ന് വെച്ചാൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, മരണസമയമെന്നൊന്നുണ്ടല്ലോ നമ്മൾ കണ്ടുവരുന്നതും പഴമക്കാർ പറയുന്നതല്ല. ആ സമയത്ത് നമ്മൾക്കതിനുള്ള നമ്മൾ ആ വഴിയിൽ ചെന്ന് ഇരിക്കും, അതിലെത്തിയിരിക്കും, ഏത് രീതിയിലായാലും എത്തിയിരിക്കും. അതൊരു പിന്നെ പുഴു കടിച്ചാലും മതി, അത് വേറൊരു കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അരളിയെക്കുറിച്ചും പറയാനുള്ളത്. പിന്നെ വിഷച്ചെടികളും ഒക്കെ വളർത്തുന്ന ഏത് ചെടിയായാലും അതിൻ്റെ പൂവോ ഇലയൊന്നും പിടിച്ച് വായിലിരുന്ന ആ ഒരു ശീലം അത് നമ്മൾ ഒഴിവാക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഈ ഒരു കാര്യം പറയാനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മീനെ ചത്തുപോയതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം അരളിയുടെ വിഷമാണെന്ന്. പിന്നെ തിന്നാൻ പറ്റുന്ന ഒരു ഇലയല്ല അത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ അതിന്നിരിക്കും, അതിന്ന് കാണും, അതിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ള കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.